ബലാത്സംഗ കേസിലെ പ്രതിക്ക് 7 ദിവസത്തിനകം വധശിക്ഷ, അടുത്ത ആഴ്ച ബില്ല് പാസ്സാകും പശ്ചിമ ബംഗാൾ. ഈ വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഒരു ലേഡി ഡോക്ടർ. ഒരുപാട് സമരങ്ങൾ നടന്നു. കേരളത്തിലടക്കം എല്ലാ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും പൊതുനിരത്തിലിറങ്ങി സമരം ചെയ്തു. ആ ഒരു കാര്യത്തിന്റെ വിധിയാണ് നമ്മൾ ഈ കേട്ടത്. അത് വളരെ നല്ല കാര്യമാണ്. അത് എല്ലായിടത്തും വരണം, കേരളത്തിലും അങ്ങനെ തന്നെ വരണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല ആൾക്കാരും മാപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അറിഞ്ഞൊരു വാർത്ത, സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെന്ന്. ഈ ഒരു ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ സിദ്ദിഖ്, രഞ്ജിത്ത് ഇവരെല്ലാം അവരുടേതായ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു, നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ആരോപണങ്ങൾ ഉണ്ടായ ഒരാളാണ് മുകേഷ്. അദ്ദേഹം ഇപ്പോഴും MLA ആയി തുടരുകയാണ്. അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും യാതൊരു കുലുക്കവും ഇല്ല. ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ തന്നെ കാര്യം ഏത് പാർട്ടിക്കാരാണെന്ന് നമ്മൾക്കറിയാം. എന്നിട്ടും എന്തിനാണ് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ പാർട്ടിക്കാർ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? മുകേഷിനെ പോലുള്ള ഒരു വ്യക്തി ആദ്യമായിട്ടല്ല ഇങ്ങനെ ആരോപണങ്ങൾ കേൾക്കുന്നത്. ഇതിന് മുമ്പും ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ തന്നെ സരിത പല ഇന്റർവ്യൂവിലും വന്ന് മുകേഷിനെ കുറിച്ച് ആദ്യമായിട്ടല്ല ഇത്തരം ആരോപണങ്ങൾ കേൾക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദേഹോപദ്രവം ചെയ്യുന്ന കാര്യങ്ങൾ, സിനിമാ നടിമാരുമുള്ള വഴിവിട്ട ബന്ധങ്ങൾ എല്ലാം അവർ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളെല്ലാം വീഡിയോയിൽ അവർ പല ഇന്റർവ്യൂസിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ മാത്രമല്ല, രണ്ടാം ഭാര്യയായ മേതുൽ ദേവിക്കും അദ്ദേഹത്തെ വിട്ടുകൊഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടി? മുകേഷിനെ പോലുള്ള ഇതുപോലത്തുള്ള കുറ്റവാളികളെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? റിപ്പോർട്ട് തയ്യാറാക്കാൻ കാണിച്ച തിടുക്കം ഇരകൾക്ക് കൂടെ നിൽക്കുന്നു. ഇരകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്തുകൊണ്ടും മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ മൗനം പാലിക്കുന്നു? അതിന് ശരിക്കും നിങ്ങൾ ഉത്തരം തരേണ്ടതാണ്. എന്തിനാണ് ഇതുപോലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത്? മുകേഷിനോട് രാജിവെക്കാൻ പറയാൻ പോലുമുള്ള ചങ്കൂറ്റം പാർട്ടിക്കില്ലെന്നുള്ളതാണ്. ഇതാണ് ഇരട്ടത്താപ്പ്. പ്രതിപക്ഷവും എല്ലാവരും ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുനിരത്തിലിറങ്ങുന്നു, സമരം ചെയ്യുന്നു, പലതരത്തിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു. എന്നിട്ടും പാർട്ടിക്ക് യാതൊരു കുലുക്കവുമില്ല, അദ്ദേഹത്തിന്റെ രാജി പോലും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറപ്പെടുവിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇരകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയോ? നേരെ മറിച്ച് മുകേഷ് ഒരു പാർട്ടിക്കാരനല്ല, സിനിമാ നടൻ മാത്രമായിരുന്നുവെങ്കിൽ, വേറൊരു സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാജിവെച്ച് പോയേനെ. എല്ലാവരും അദ്ദേഹത്തിന്റെ രാജിയും ആവശ്യപ്പെട്ടേനെ. ഇതിപ്പോൾ നേരെ മറിച്ചാണ്. കാരണം എന്താ? അദ്ദേഹം പാർട്ടിയിലെ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് CPIM ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയക്കാരന്റെ ആ ഒരു ധൈര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാജിവെച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. 100 പേര് MLA രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള ഒരാള് ഇങ്ങനെയുള്ളൊരു MLA സ്ഥാനം വഹിക്കാൻ യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ BJP അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞു MLA സ്ഥാനം രാജിവെക്കണമെന്ന്. അതുപോലെ പ്രതിപക്ഷവും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും ഈ പറയുന്ന പാർട്ടിക്കാർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുമില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യമുളവാക്കുന്നു. മുകേഷിനെ എത്ര നാൾ CPM സംരക്ഷിക്കും? എത്ര നാൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ക്രിമിനലുകളെ പ്രൊട്ടക്റ്റ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പാർട്ടി എന്തിന് മുകേഷിനെ പേടിക്കുന്നു? മുകേഷിന്റെ രാജി നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? ഇങ്ങനെയുള്ള ഒരു കുറ്റാരോപിതനായിരിക്കുന്ന ഒരാളെ എന്തിനാ സ്ഥാനത്തോട് തുടരാനായിട്ട് നിങ്ങൾ എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു? അപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇത് ഇരകളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഉള്ളതെന്ന്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി, നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇട്ട് കൊടുത്തു. ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, അത് തന്നെയാണ് അജണ്ട, മറ്റൊന്നിനും വേണ്ടിയല്ല. ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഈ ഒരു പാർട്ടിയിലുള്ള ആളാണെങ്കിൽ പോലും പാർട്ടി നോക്കണ്ട, പാർട്ടിയിലുള്ള ആളാണെങ്കിലും തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരെ മാറ്റി നിർത്തണ്ടാണെങ്കിൽ മാറ്റി തന്നെ നിർത്തണം. ഇതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അമ്മ സംഘടനയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ രാജിവെച്ചു. നമുക്കറിയാലോ, കുറച്ച് ദിവസമായിട്ടുള്ള പുതിയൊരു സംഘടന രൂപം കൊണ്ടിട്ട്. അമ്മയിൽ അംഗത്വം കിട്ടണമെങ്കിൽ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം പോരാ, അവര് കിടന്നു കൊടുക്കണം എന്നുള്ള പല കാര്യങ്ങളും പല നടിമാരും വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് നല്ലതും പറയുന്നുണ്ട്. കലാരഞ്ജിനി പറഞ്ഞ കാര്യം ഞാനിവിടെ പറയുന്നു. അമ്മയിൽ 500ഓളം ആളുകളാണുള്ളത്.
അപ്പോൾ അതിൽ 350 പേർക്കോളം 5000 രൂപ വെച്ച് എല്ലാ മാസവും 30-31 ദിവസങ്ങളിൽ അവരുടെ അക്കൗണ്ടിൽ കയറും. അതുപോലെ അവർക്കുള്ള മരുന്നിനുള്ള പൈസ, അതുപോലെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വരെ സഹായം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അമ്മ സംഘടന ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പിന്നാമ്പുറത്ത് പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെ പ്രതികളായ, അതായത് ഇതുപോലെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. ഇപ്പൊ സിദ്ദിഖിനെതിരെ കേസ് എടുത്തു, രഞ്ജിത്ത് സ്ഥാനം ഒഴിഞ്ഞു, രഞ്ജിത്തിന്റെ പേരിലും കേസുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. കാരണം തൊഴിലവസരങ്ങൾ ആരുടെയും നിഷേധിക്കാൻ പാടില്ല. അതുപോലെ ഈ സംഘടനയിലുള്ള നല്ല കാര്യങ്ങളെ നമ്മൾ എടുത്തു പറയുകയാണ്. പല ആൾക്കാർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അമ്മ സംഘടന ഇല്ലാത്ത പുറത്തുള്ള ആൾക്കാർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ആ ഒരു ചാരിറ്റിയിലൂടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആരാണ് അമ്മ സംഘടനയിൽ, മോഹൻലാൽ എന്തായാലും സ്ഥാനം ഒഴിഞ്ഞു, ഇനി പുതിയ പ്രസിഡന്റായിട്ട് ആരായിരിക്കും? പൃഥ്വിരാജാണോ, ഉണ്ണി മുകുന്ദൻ, കുഞ്ചാക്കോ ബോബൻ, ഇങ്ങനെ പല പല പേരുകളും പറയുന്നുണ്ട്. അപ്പൊ ആരാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ജഗദീഷിന്റെ സ്ഥാനത്തിന് ആർക്കും ഒരു എതിർപ്പുമില്ല, ഒരു വിയോജിപ്പുമില്ല ജഗദീഷിനോട്. അപ്പൊ അദ്ദേഹം ആ ഒരു സ്ഥാനത്തിന് തുടരാനാണ് ചാൻസ് എന്ന് പല ആൾക്കാരും പറയുന്നു. എന്താണെങ്കിലും ഇത് ഈ ഒരു അമ്മ സംഘടന അത് തകർന്ന് തരിപ്പണമാകണമെന്നുമില്ല. ബാക്കിയുള്ള തൊഴിലവസരം നിഷേധിക്കുക, ലൈംഗിക ചൂഷണം, അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സംഘടന പോട്ടെ. ഒരു സംഘടനകളും തകർക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു ഉദ്ദേശമില്ല. പക്ഷേ എത്ര നാള് മുകേഷ് എന്ന് പറയുന്ന ആളെ സംരക്ഷിക്കും? കാരണം മുകേഷിനെ കുറിച്ച് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ വാർത്ത വരുന്നത്. ഇങ്ങനെയുള്ള ആളെ നിങ്ങൾ എന്തിനാണ് സംരക്ഷിച്ചത്? നിങ്ങളുടെ പാർട്ടിക്കും കൂടി അപമാനമാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നില്ല? ഇതിന് ഉത്തരം ശരിക്കും പറഞ്ഞാൽ സർക്കാർ തന്നേ പറ്റൂ. സർക്കാരാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ തിടുക്കം കാണിച്ചു എല്ലാം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കുറ്റവാളികളെ നിങ്ങൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? അങ്ങനെയൊക്കെ സംരക്ഷിക്കാനായിരുന്നെങ്കിൽ അതുകൊണ്ടാണോ നിങ്ങൾ 4 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്? സംശയമുണ്ട്, ഒരുപാട് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യമാര് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല നടികളും പല ആൾക്കാരും ഓപ്പണായി വന്ന് അദ്ദേഹത്തിന്റെ ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടും ഈ ഒരു MLA സ്ഥാനം ഒഴിയാനോ ഒന്നിനും പുള്ളിക്ക് യാതൊരു കുലുക്കില്ല. പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല. എന്ത് ചോദിച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല എന്നേ പറയുള്ളൂ. ബ്ലാക്ക് മെയിലിംഗ് ആണ്. എന്തിനു വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്ത്? എന്തൊക്കെ നുണകളാണ് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഈ ഒരാളെ സംരക്ഷിക്കുന്നതിനോട് പാർട്ടി ചെയ്തത് വളരെ തെറ്റാണ്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ മറ്റുള്ള നടന്മാരെ ക്രൂശിക്കാൻ എന്തിനു കൂട്ടു നിൽക്കുന്നു? അതിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ മുകേഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള സിനിമാ നടന്മാരെ എന്തിനു ക്രൂശിക്കുന്നു? എന്നാൽ പിന്നെ അവരും മുകേഷിനെ പോലെയുള്ളവരെല്ലാവരെയും സംരക്ഷിക്കൂ.